പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ വ്യക്തമായ ചില സൂചനകൾ ലഭിക്കുകയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും മമതാ ബാനർജി 4ാം തവണയും ബംഗാളിന്റെ മുഖ്യമന്ത്രിയാകുമെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി തെറ്റിദ്ധരിപ്പിച്ച് 2ാം ഘട്ടത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമോ എന്നൊരു വിശ്വാസം മാത്രമാണ് BJPക്കുള്ളത്. അതിന് അമിത്ഷായുടെ ലൊട്ടുലൊടുക്കി ന്യായം പുറത്തു വന്നിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ നടന്ന 152 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിൽ 110 സീറ്റുകളും BJP നേടുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് 2ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരെ സ്വാധീനിക്കാനും കബളിപ്പിക്കാനുമാണെന്ന് ബോധ്യമായിരിക്കുകയാണ്. മമതയുടെ സാമ്രാജ്യം തൊടാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് തൃണമൂൽ കോൺഗ്രസിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ സൂചനയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്ന് വ്യക്തമായെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിപ്രായപ്പെട്ടത്. പോരാട്ടം ഇതിനു മുൻപത്തതിനേക്കാളെല്ലാം ശക്തമായിരുന്നുവെന്നും എങ്കിലും വിജയം ഉറപ്പാണെന്നും മമത വ്യക്തമാക്കുന്നു. അങ്ങനെ ബംഗാൾ വിജയം നിലനിർത്തിയതിനു ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുമെന്നും കേന്ദ്രത്തിലെ സംഘപരിവാർ ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നും മമതാ ബാനർജി ശക്തമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. തന്റെ പദവികളോ തന്റെ കസേരയോ അല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ഡൽഹിയിലെ BJP സർക്കാരിന്റെ പതനമാണ് തന്റെ ലക്ഷ്യമെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. ബംഗാൾ വിജയത്തിന് ശേഷം എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തി ഡൽഹി പിടിച്ചെടുക്കുമെന്നാണ് മമത പ്രതീക്ഷയോടെ പറയുന്നത്. ബംഗാളിലെ ഭരണാധികാരി എന്ന നിലയിൽ ജനമനസ് വായിക്കാൻ തനിക്ക് സാധിക്കുന്നുവെന്നും തൃണമൂലിന്റെ വിജയം ഇതിനകം ഉറപ്പാക്കിയെന്നും മമത ഉറപ്പിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഇന്നലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലായി വൈകുന്നേരം വരെ 91% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 16 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 294 അംഗ നിയമസഭയിലെ പകുതിയിലധികം സീറ്റുകളിലും ഇതോടെ പോളിംഗ് പൂർത്തിയായി. 3,60,00,000 വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വിധി എഴുതിയത്. അങ്ങനെ ആദ്യഘട്ടത്തിലെ 152 സീറ്റുകളെല്ലാം എല്ലാ പാർട്ടികൾക്കും അതിനിർണായകമാണ്. എല്ലാ ശക്തിയും ഉപയോഗിച്ച് ബംഗാൾ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച BJP കോടാനുകോടി രൂപയാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒഴുക്കിയത്. കേന്ദ്രത്തിലെ 100-ലധികം മന്ത്രിമാരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ബംഗാളിൽ ഉഴുതുമറിച്ചപ്പോൾ മമത എന്ന ഒറ്റ പടയാളിയുടെ നേതൃത്വത്തിലാണ് മുഴുവൻ പോരാട്ടവും ഒരു വശത്ത് നടന്നത്. ആ പോരാട്ടത്തിന്റെ പകുതി കഴിയുമ്പോൾ തന്നെ മമതയുടെ തേരോട്ടം തുടങ്ങിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും ബംഗാളിലെ 30% വരുന്ന മുസ്ലിം വിഭാഗം ഒരാളൊഴിയാതെ തൃണമൂൽ കോൺഗ്രസിന് പിന്തുണ നൽകുന്നതാണ് മമതയുടെ വിജയം വേഗത്തിലാക്കുന്നത്. അതുപോലെ CPM-ഉം കോൺഗ്രസും ഹൈന്ദവ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്നതും BJPയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. മാത്രമല്ല 15 വർഷം നാട് ഭരിച്ചിട്ടും ഒരു അഴിമതി കേസിൽ പോലും പ്രതിയായിട്ടില്ല മമതാ ബാനർജി. അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനുമെല്ലാം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ അകത്ത് കിടന്നപ്പോൾ 15 വർഷം മുഖ്യമന്ത്രിയായ മമതയെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു ചുക്കും ചെയ്യാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ തളരാത്ത മനസ്സും നിശ്ചയദാർഢ്യവും മമതയെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നും അത് BJPയുടെ നാശത്തിന് ഈ രാജ്യത്ത് തുടക്കമാകുമെന്നും ഉറപ്പിക്കുന്നവരുമുണ്ട്. കാരണം ഇനി BJPയെ തുരത്തിയില്ലെങ്കിൽ മമതയ്ക്ക് രക്ഷയില്ല.